Dear nursing aspirants, welcome to Zodiac Academy Vision 2022 for Nurses Updates. Myself Arun, faculty Zodiac Academy. നമ്മളിന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിലും ന്യൂട്രീഷനിലും പൊതുവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, പാസ്ചറൈസേഷൻ. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നമ്മളുടെ ലോങ് ടൈം ബാച്ചസ് 2022 ജാനുവരി 17 ആരംഭിക്കുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. നമ്മളുടെ ലോങ് ടൈം ബാച്ചസ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ കോംപ്രിഹെൻസീവും എക്സ്ക്ലൂസീവുമായിട്ടുള്ള ഒരു പാക്കേജാണിത്. ഏതാണ്ട് 250+ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ ഒരു പാക്കേജിലൂടെ ലഭിക്കും. അതായത് ഓൾ ഇന്ത്യ ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ച് കാണാറുള്ള ജനറൽ അവയർനെസ്, മെൻ്റൽ എബിലിറ്റി തുടങ്ങിയ സബ്ജക്ട്സ് ഉൾപ്പെടെ എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യുന്ന കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പാക്കേജാണിത്. അതോടൊപ്പം തന്നെ ഈ ഒരു പാക്കേജിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. അതായത് ഏതാണ്ട് 4000 rupees വർത്ത് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ലഭിക്കും ഈ ഒരു പാക്കേജിലൂടെ. അതിൽ നമ്മളുടെ A1 റാങ്ക് ഫയലും അതോടൊപ്പം തന്നെ നമ്മളുടെ മോസ്റ്റ് റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്ത OMR പ്രാക്ടീസ് ബുക്കും 8 സബ്ജക്ട് ബേസ്ഡ് മൊഡ്യൂൾസും 10 ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും ഒക്കെ ഉൾപ്പെടും. അപ്പോൾ നിങ്ങളൊരു കാര്യം ഉറപ്പുവരുത്തുക, വളരെ നേരത്തെ തന്നെ നമ്മളുടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായി തീരുക. ആൻഡ് ഇയർലി ബേഡ് ക്യാച്ചസ് ദ വേം, ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. വളരെ നേരത്തെ തന്നെ നമ്മളുടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായി തീരുക. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്ചറൈസേഷൻ്റെ ഒരു ഇൻട്രഡക്ഷൻ, വേരിയസ് ടൈപ്സ് ഓഫ് പാസ്ചറൈസേഷൻ മെത്തേഡ്സ് ലൈക്ക് ഹോൾഡർ മെത്തേഡ്, HT മെത്തേഡ്, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡ്, UHT മെത്തേഡ്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡ്, അതോടൊപ്പം തന്നെ പാസ്ചറൈസേഷൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാനുള്ള ചില ടെസ്റ്റുകൾ, ടെസ്റ്റ് ഫോർ പാസ്ചറൈസേഷൻ. ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. Now pasteurization, the concept of pasteurization which was introduced by Louis Pasteur in 1860. Louis Pasteur, the father of modern microbiology and also the propounder of germ theory of disease. Louis Pasteur only introduced the concept of pasteurization. What is this pasteurization? In this pasteurization, we are heating the milk at a certain temperature for a period of time and then rapidly cooling it to a lower temperature. നമ്മൾ മിൽക്കിനെ ഒരു certain ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നു ഫോർ എ പീരീഡ് ഓഫ് ടൈം. ആഫ്റ്റർ ദാറ്റ് റാപ്പിഡ്ലി കൂളിംഗ് ഇറ്റ് ടു എ ലോവർ ടെമ്പറേച്ചർ. അതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ത്രൂ ദിസ് പാസ്ചറൈസേഷൻ പ്രോസസ് there is no alteration of the composition, nutritive value or flavor of the milk. പാസ്ചറൈസേഷൻ കൊണ്ട് മിൽക്കിൻ്റെ ഫ്ലേവറോ ന്യൂട്രിറ്റീവ് വാല്യൂവോ അതിൻ്റെ കോമ്പോസിഷനോ ഒന്നും ആൾട്ടർ ചെയ്യപ്പെടുന്നില്ല, അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ദിസ് പാസ്ചറൈസേഷൻ കിൽസ് ആൾമോസ്റ്റ് 90% ഓഫ് ബാക്ടീരിയ ഇൻ ദ മിൽക്ക്, എസ്പെഷ്യലി ലൈക്ക് അവർ മൈക്രോ ബാക്ടീരിയൻ ട്യൂബർക്കുലെ, അല്ലെന്നുണ്ടെങ്കിൽ സാൽമണല്ല ടൈഫി പോലെയുള്ള മൈക്രോ ഓർഗാനിസംസ്. 90% ഓഫ് ബാക്ടീരിയ വിച്ച് ഈസ് കിൽഡ് ത്രൂ ദിസ് പാസ്ചറൈസേഷൻ ഓർത്തിരിക്കണം. ബട്ട് ഇറ്റ് ഈസ് ഇൻഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് thermoduric bacteria and also against this bacterial spores. ഇത് ഇൻഇഫക്റ്റീവ് ആണ് തെർമോഡ്യൂറിക് ബാക്ടീരിയയും അതേപോലെ തന്നെ against this bacterial spores. Thermoduric bacteria, especially Bacillus anthracis which is ineffective against Bacillus anthracis. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. Pasteurization which is ineffective against Bacillus anthracis ഓർത്തിരിക്കണം. Under hygienic conditions, a pasteurized milk can be stored maximum up to a period of 8 to 12 hours at a temperature of 18 degrees Celsius ഓർത്തിരിക്കാം. Under hygienic conditions, we can store this pasteurized milk up to a period of 8 to 12 hours at a temperature of 18 degrees Celsius. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാസ്ചറൈസേഷൻ വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലൂയിസ് പാസ്ചർ വിച്ച് കിൽസ് ആൾമോസ്റ്റ് 90% ഓഫ് ബാക്ടീരിയ ബട്ട് വിച്ച് ഈസ് ഇൻഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് തെർമോഡ്യൂറിക് ബാക്ടീരിയ ആൻഡ് ആൾസോ ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ബാക്ടീരിയൽ സ്പോർട്സ് ഓർത്തിരിക്കണം. അണ്ടർ ഹൈജനിക് കണ്ടീഷൻസിൽ ഏതാണ്ട് 8 to 12 hours നമുക്ക് 18 degrees Celsius നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പാസ്ചറൈസ്ഡ് മിൽക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഓർത്തിരിക്കുക. നെക്സ്റ്റ് അബൌട്ട് വേരിയസ് ടൈപ്സ് ഓഫ് പാസ്ചറൈസേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഹോൾഡർ മെത്തേഡ്. The other name of holder method is ward method. Here the milk is kept at a temperature of 63 to 66 degrees Celsius
for a period of 30 minutes and quickly cooled to a temperature of 5 degrees Celsius. Here the milk is kept at a temperature of 63 to 66 degrees Celsius for a period of 30 minutes, half an hour, and quickly or rapidly cooled to a temperature of 5 degrees Celsius. Very important. ഇതെല്ലാം very important ആണ്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. So here in this holder method, here we are heating the milk up to a temperature of 63 to 66 degrees Celsius and kept at that temperature for a period of 30 minutes, duration 30 minutes, and rapidly cooled to a temperature of 5 degrees Celsius. ഇതെല്ലാം വളരെ important ആണ്. And this holder method, which is only used for the pasteurization of small quantities of milk and also for rural communities. This pasteurization holder method, through this holder method or through this vat method, here we are using this method only for small quantities of milk, especially for this rural communities. Orkuva holder method. Next is Htst method, high temperature short time method. The other name of this Htst method is flash method. Other name of this high temperature short time method, Htst method. അതിന്റെ മറ്റൊരു പേരാണ് flash method. It is the most widely used pasteurization method. ഓർത്തിരിക്കുക. And also it is the pasteurization method which is used for large quantities. The pasteurization method used for large quantities, that is Htst method അല്ലെന്നുണ്ടെങ്കിൽ flash method. Here the milk is rapidly heated to a temperature of 72 degrees Celsius for a period of 15 seconds and rapidly cooled to a temperature of 4 degrees Celsius. Here the milk is rapidly heated to a temperature of 72 degrees Celsius for a period of 15 seconds and rapidly cooled to a temperature of 4 degrees Celsius. ഓർത്തിരിക്കുക, Htst method, high temperature short time method, most widely used pasteurization method, and it is the pasteurization method which is used for the pasteurization of large quantity of milk. And also here the milk is heated to a temperature of 72 degrees Celsius for a period of 15 seconds and rapidly cooled to a temperature of 4 degrees Celsius. ഓർത്തിരിക്കുക, അതാണ് Htst method, flash method. Next is ultra high temperature method. Here the milk is heated in 2 stages to a temperature of 125 degrees Celsius for a few seconds and rapidly cooled and bottled. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, the second stage is under pressure. നമ്മൾ 2 സ്റ്റേജ് ആയിട്ടാണ് ഹീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡ്. ഇൻ ദിസ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡ് മിൽക്ക് ഈസ് ഹീറ്റഡ് ഇൻ 2 stages to a temperature of 125 degrees Celsius. പക്ഷേ ചില ബുക്കുകളിലൊക്കെ ഈ ഒരു ടെമ്പറേച്ചർ പറയുന്നത് 138 ഡിഗ്രി ടു 150 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത് ചില ബുക്കുകളിലൊക്കെ. എങ്കിലും നമ്മളുടെ പാർക്ക് ടെക്സ്റ്റ് ബുക്ക് ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നത് 125 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഹിയർ ദ മിൽക്ക് ഈസ് ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് 125 ഡിഗ്രി സെൽഷ്യസ് ഇൻ 2 stages for a period of few seconds. Usually ഈ few seconds എന്ന് പറയുന്നത് usually 1 to 2 seconds ആണ്. 1 to 2 seconds. And rapidly or quickly cooled and bottled. That is ultra high temperature method. ഓർക്കുക, അവിടെ ഈ സെക്കൻഡ് സ്റ്റേജ് അണ്ടർ ദ പ്രഷർ എന്നുള്ളൊരു കാര്യം കൂടെ ഓർക്കുക. ഇൻ ദിസ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡ് ദ സെക്കൻഡ് സ്റ്റേജ് ദാറ്റ് ഈസ് അണ്ടർ പ്രഷർ. അപ്പോൾ അതാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡിനെ കുറിച്ച് നമുക്കറിയാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ വേരിയസ് പാസ്ചറൈസേഷൻ മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഈസ് ഹോൾഡർ മെത്തേഡ്, അതർവൈസ് നോൺ ആസ് വാറ്റ് മെത്തേഡ്. Here the milk is heated to a temperature of 63 to 66 degrees Celsius for a period of 30 minutes and rapidly cooled to a temperature of 5 degrees Celsius. This method, watt method, which is used for small quantities and also for this rural communities. And second method is Htst method, otherwise known as flash method, most widely used method for the purpose of large quantities.
And one thing you have to remember in this Htst method, here the milk is heated to a temperature of 72 degrees Celsius for a period of 15 seconds and rapidly cooled to a temperature of 4 degrees Celsius. And lastly, Ust method, ultra high temperature method. Here the milk is heated in 2 stages to a temperature of 125 degrees Celsius for a few seconds and rapidly cooled and bottled. Few seconds means 1 to 2 seconds. That is UHT, ultra high temperature method. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ വേരിയസ് ടൈപ്സ് ഓഫ് പാസ്ചറൈസേഷൻ. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് എഫക്റ്റീവ്നെസ് ഓഫ് ദിസ് പാസ്ചറൈസേഷനെ കുറിച്ചാണ്. 3 ടെസ്റ്റാണുള്ളത് നമുക്ക്. ഫോസ്ഫസ്റ്റേസ് ടെസ്റ്റ്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് ടെസ്റ്റ്, അതേപോലെ തന്നെയുള്ള മറ്റൊരു ടെസ്റ്റാണ് കോളിഫോം ടെസ്റ്റ്. ഈ 3 ടെസ്റ്റുകളാണ് നമുക്കുള്ളത് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ദ എഫക്റ്റീവ്നെസ് ഓഫ് പാസ്ചറൈസേഷൻ. അപ്പോൾ ആദ്യത്തേതാണ് ഫോസ്ഫസ്റ്റേസ് ടെസ്റ്റ്. ഈ ഫോസ്ഫസ്റ്റേസ് നമുക്കറിയാം, ഫോസ്ഫസ്റ്റേസ് എന്ന് പറഞ്ഞാൽ ഒരു എൻസൈമാണ് വിച്ച് ഈസ് ഓൺലി സീൻ ഇൻ റാ മിൽക്ക് ഓർ പാർഷ്യലി പാസ്ചറൈസ്ഡ് മിൽക്ക്. പാർഷ്യലി പാസ്ചറൈസ്ഡ് മിൽക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ റാ മിൽക്കിലോ മാത്രമേ ഈ ഫോസ്ഫസ്റ്റേസ് കാണത്തുള്ളൂ, വിച്ച് ഈസ് നോട്ട് സീൻ ഇൻ പാസ്ചറൈസ്ഡ് മിൽക്ക്. പാസ്ചറൈസേഷൻ വിച്ച് ഡിസ്ട്രോയ് ദിസ് ഫോസ്ഫസ്റ്റേസ്, നശിപ്പിക്കുന്നു. ഫോസ്ഫസ്റ്റേസ് എന്നുള്ള എൻസൈമിനെ പാസ്ചറൈസേഷൻ നശിപ്പിക്കുന്നു. അതുകൊണ്ട് പാസ്ചറൈസ്ഡ് മിൽക്കിൽ ഫോസ്ഫസ്റ്റേസ് കാണത്തില്ല. This phosphatase, that is the enzyme which is seen in raw milk or this partially pasteurized milk, which is reacting with a buffer that is called disodium phenyl phosphate and releases phenol. In the presence of an indicator Felling's reagent which turns into a blue color. അപ്പോൾ ഫോസ്ഫസ്റ്റേസ് ടെസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് ബ്ലൂ കളറാണ്, ഓർത്തിരിക്കുക. അടുത്താണ് സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്. ഇവിടെ നമ്മളുടെ ബാക്ടീരിയൽ കൗണ്ട് ഒരു പെർമിസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 30,000 per ml ആണ്. പെർ ml ഓഫ് ദ മിൽക്ക് only permissible bacterial count, that is 30,000, ഓർത്തിരിക്കുക. ഈക്വളി ഇവിടെ പ്രസൻസ് അറിയുന്നതിന് വേണ്ടിയുള്ളതാണ് കോളിഫോം ടെസ്റ്റ്. അപ്പോൾ നമ്മളുടെ ഒരു പെർമിസിബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ സിംഗിൾ ഈക്വളി ഇൻ ദ 1 ml ഓഫ് മിൽക്ക്, അതാണ് കോളിഫോം ടെസ്റ്റ്. ദർ ഈസ് നോ സിംഗിൾ ഈക്വളി ഇൻ ദ പാസ്ചറൈസ്ഡ് മിൽക്ക്, അതാണ് പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഈക്വളിയെ പോലും കാണാൻ പാടില്ല, അതാണ് കോളിഫോം ടെസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് ദ ടെസ്റ്റ് ഫോർ ഡിറ്റക്ടിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദിസ് പാസ്ചറൈസേഷൻ. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാസ്ചറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ വേരിയസ് മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു, അതോടൊപ്പം തന്നെ ദ ടെസ്റ്റ് ഫോർ ഡിറ്റക്ടിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് പാസ്ചറൈസേഷനും പറഞ്ഞു. ഇപ്പോൾ പാസ്ചറൈസേഷനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മളുടെ ലോങ് ടൈം ബാച്ചസ് ആൾറെഡി തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.